എന്താ വന്നത്? എടുത്തടിച്ച പോലെ ആയിരുന്നു ഹരിപ്രസാദിന്റെ ചോദ്യം. മാലതി ആകെ അങ്കലാപ്പിലായി. ഏട്ടാ ഞാൻ. വേണ്ട, നീ ഒന്നും പറയണ്ട മാലതി. 2 ആഴ്ച മുമ്പ് ചാടിത്തുള്ളി ഇവിടെ നിറങ്ങിപ്പോയത് മറന്നിട്ടില്ല ഞങ്ങൾ. ഞങ്ങളുടെ കുട്ടി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ നിനക്ക്? ഒന്നുമല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവിടെയും ഉള്ളതല്ലേ? നീ ഒരുപാട് മാറിപ്പോയി മാലതി. ശിവൻ അവരകത്തേക്ക് കയറുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. മാലതി കണ്ണീരോടെ ഏട്ടന്മാരെ 2 ആളെയും മാറി മാറി നോക്കി. ഏട്ടാ പ്ലീസ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അത് മനസ്സിലാക്കാൻ എൻ്റെ മകൻ വേണ്ടി വന്നു. ക്ഷമിച്ചൂടെ എന്നോട്? മാലതി 2 ആളുടെയും കൈകളെടുത്ത് മുഖത്തേക്ക് ചേർത്ത് വെച്ച് കരഞ്ഞുപോയി. പൊന്നു പെങ്ങളുടെ കണ്ണീർ കാണാൻ വയ്യാതെ ഏട്ടന്മാർ അവരെ ചേർത്ത് പിടിച്ചു. എല്ലാം കണ്ട പുഞ്ചിരിയോടെ കൃഷ്ണനും കാശിയും അകത്തേക്ക് കയറി. തന്നെ ഇവള് വട്ടം കറക്കിയല്ലേ കൃഷ്ണ? ഹരി അയാളോട് ചോദിച്ചു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് കണ്ണുറുക്കി കാണിച്ചു. ആ, എന്ത് പറയാനാളിയ, പറ്റിപ്പോയില്ലേ? മാലതി കുറിപ്പിച്ച് അയാളെ നോക്കി. ഇതെന്താ ഉമ്മറത്ത് നിന്ന് പതിവില്ലാത്ത കൊച്ചു വർത്താനമാണോ? എല്ലാവരും അകത്തേക്ക് കയറും. ബഹളം കേട്ട് അവിടേക്ക് എത്തിയ ഗീത പറഞ്ഞു. മാലതി അവർ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന മുഖഭാവം കണ്ടതോടെ ബോധ്യമായി. ഏട്ടത്തി, അവർ വിളിച്ചു. ഗീത ഭാവവ്യത്യാസം ഏതുമില്ലാതെ അവരെ നോക്കി. ഏട്ടത്തി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ മിണ്ടാതെ പോകലേ ഏട്ടത്തി. മാലതിയുടെ മുഖത്തെ കുറ്റബോധം അവരുടെ ദേഷ്യത്തെയും അലിയിച്ചു കളഞ്ഞു. സുമിയേട്ടത്തി എവിടെ? മാലതി ചോദിച്ചു. ഇത്രയും നേരം മോളുടെ മുറിയിലായിരുന്നു. ഇപ്പോഴൊന്ന് കുളിക്കാൻ പോയതാ. ഞാൻ മോൾക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു. തനുവിൻ്റെ കാര്യം കേട്ടതോടെ എല്ലാ മുഖങ്ങളും മ്ലാനമായി. മോൾ 2 ആഴ്ചയായി മുറിക്ക് പുറത്തിറങ്ങിയോ ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ട്? ഞാനോ ഏട്ടത്തിയോ വേണം ബാത്റൂമിൽ കൊണ്ടുപോകാനും വിഷമാറിക്കാനും പോലും. എന്തെങ്കിലും വായിൽ വെച്ച് കൊടുത്താൽ കഴിക്കും, അത്രമാത്രം. ഒന്ന് കരഞ്ഞു പോലും കാണുന്നില്ല അതിന്. ഗീത വിങ്ങിപ്പോയി. തനുവിനെ തനിച്ചാക്കിയതിൽ കാശിക്ക് കുറ്റബോധം തോന്നി. വന്നന്വേഷിക്കാത്തതിൽ അവൻ്റെ വീട്ടുകാർക്കും. കാശിയും മാലതയും മുകളിൽ തനുവിൻ്റെ മുറിയിലേക്ക് പോയി. വാതിൽ തുറന്ന് കിടക്കുകയാണ്. കട്ടിലിൻ്റെ ഓരത്ത് ഒരു ശിരം പോലെ ഇരിപ്പാണ് തനു. പാറിപ്പറന്ന തലമുടി, വിഷാദം നിറഞ്ഞ നിർജീവമായ കണ്ണുകൾ, ഒട്ടിയ കവിളുകൾ, മെലിഞ്ഞ ശരീരം. തനുവിൻ്റെ ആത്മാവ് പോലെ തോന്നിച്ചു മുന്നിലുള്ള രൂപം. അവളെ കാണെ കാശിയുടെ ഹൃദയം നിലച്ചുപോയി. അന്ന് അപകട സ്ഥലത്ത് കഴിഞ്ഞ ആശുപത്രിയിലായപ്പോൾ പോലും ഇതിലും ഭേദമായിരുന്നു തനുവിൻ്റെ അവസ്ഥ. മാലതിക്ക് നെഞ്ചു നീറുന്ന പോലെ തോന്നി. മകളാണെന്നൊരു 100 വട്ടം പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട് അവളെ. ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്താണ് താൻ അവളെ തള്ളിക്കളഞ്ഞത്. തനുവിനെ ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. സത്യങ്ങൾ അന്വേഷിക്കാനെങ്കിലും ശ്രമിക്കണമായിരുന്നു. അവർ കണ്ണീരോടെ മുറിവിട്ടുപോയി. കാശിമല്ലേ തനുവിൻ്റെ അരികിൽ കട്ടിൽ ഇരുന്നു. അപ്പോഴാണ് തനു അവനെ കാണുന്നത്. മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു വന്നു. തനു കാശി അലിവോടെ അവളുടെ കവിളിൽ തൊട്ടു. തനു ആ കയ്യിൽ മുഖം ചേർത്ത് വെച്ചു. മതിയാവോളം കരഞ്ഞു. പിന്നെ കരച്ചിൽ ഏങ്ങലടിയായി മാറി. ഒടുവിൽ അവൾ തളർന്നു. ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ടു. കാശി പുറത്ത് തടവി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത്രയും ദിവസത്തിനിടക്ക് ഇപ്പോഴാ ഇവളൊന്ന് കരഞ്ഞെങ്കിലും കാണുന്നത് മോനെ, സുമിത്ര കണ്ണീരൊപ്പിക്കൊണ്ട് പറഞ്ഞു. അവർ കയ്യിലിരുന്ന ജ്യൂസിൽ ഒരെണ്ണം കാശിക്ക് കൊടുത്തു. മറ്റേതുമെല്ലാം തനുവിൻ്റെ ചുണ്ടിൽ മുട്ടിച്ചു കൊടുത്തു. പാവയെ പോയ പോലെ അവളത് കുടിക്കുന്നത് കണ്ട കാശിയുടെ ഉള്ളം നീറി. അമ്മേ, ഞാൻ തനുവിനോട് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലാനാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടും വൈഫും കൂടി നടത്തുന്ന ഹോസ്പിറ്റലാണ്. പേടിക്കാനൊന്നുമില്ല. നമുക്കധികം താമസിക്കാതെ ഇറങ്ങിയാലോ? എവിടെ വേണേലും പോകാം മോനെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ മോളെന്ന് ചിരിച്ചു കണ്ടാൽ മതി. ആ സ്ത്രീ കണ്ണീരോടെ മുറുക്ക് പുറത്തേക്കിറങ്ങി. കാശി വീണ്ടും തനുവിന് നേരെ വന്നു. തനു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. തനു നിശ്ചയദാർത്ഥത്തിൽ തലയാട്ടി. കാശി അവളുടെ കൈ പിടിക്കാൻ തുടങ്ങിയതും നിരങ്ങി നീ കട്ടിലിൻ്റെ മൂലയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കാശി ഓരോ തവണ പറയുമ്പോഴും തനു ഇത് തന്നെ തുടർന്നു. ഒടുവിൽ അവൻ തനുവിനെ തൻ്റെ ഇരുകൈകളിലായി കോരിയെടുത്തു താഴേക്ക് നടന്നു. ധരിച്ചിരുന്ന വേഷം മാറാൻ പോലും മെനക്കെട്ടില്ല. തനു കുതറി മാറാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവൻ വിട്ടില്ല. അപ്പോഴേക്കും ജോലി കഴിഞ്ഞു തനയെത്തിയിരുന്നു. വേഷം മാറാൻ പോലും നിൽക്കാതെ അവൻ വണ്ടിയെടുത്ത് തനുവിനെയും കൊണ്ട് കാശിപ്പുറകിലേക്ക് കയറി. ഹരി മുമ്പിലും. കൃഷ്ണനും മാലതിയും ഗീതയും ശിവനും കൂടി മറ്റൊരു കാറിൽ അവരെ അനുഗമിച്ചു. തനുവിന് അഡ്മിറ്റാക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നത് കൊണ്ട് തനയിൽ പോയി പേപ്പർ വർക്കെല്ലാം ചെയ്തു. കാശി മുൻപത്തെ പോലെ തനുവിനെ കോരിയെടുത്ത് റൂമിലെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. തരുണും അവിടെ എത്തി. ഡോക്ടർ അപ്പോഴേക്കും എത്തിച്ചേർന്നു. അവർ തനുവിൻ്റെ അവസ്ഥ വിശദമായി പഠിച്ചു. കാര്യം അല്പം ഗൗരവമുള്ളതാണെന്നും 2-3 ആഴ്ച അവിടെ തങ്ങേണ്ടി വരും എന്ന് എല്ലാവർക്കും മനസ്സിലായി.
തനിമയുടെ അവസ്ഥ ആരും വരുത്തി വെച്ചതല്ല, അവൾക്ക് വന്നു ചേർന്നതാണ്. വിധി എന്ന് വേണമെങ്കിലും പറയാം. അതിൽ അവളെയോ മറ്റാരെങ്കിലോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത്. അതിന് കുടുംബം മുഴുവൻ ഇവളുടെ കൂടെ നിൽക്കണം. ഡോക്ടർ യാത്ര പറഞ്ഞു പോയി. രാത്രി കാശി തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കാം എന്ന് തീരുമാനിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന് ലീവ് എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അതിനാൽ പകൽ എല്ലാവരും മാറി മാറി നിൽക്കാനും തീരുമാനമായി. ആരൊക്കെ ഉണ്ടെങ്കിലും കാശിക്ക് മാത്രമേ തനുവിനെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ പറ്റൂ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ബിലാലും ഷാഹിനയും വന്നു കണ്ട് വിശേഷങ്ങൾ തിരക്കി മടങ്ങിപ്പോയി. ഒരിക്കൽ കൂടി തനുവിനെ ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ കാണേണ്ടി വരുന്നതിൻ്റെ വേദന അവരിൽ പ്രകടമായിരുന്നു. മരുന്നിൻ്റെ എഫക്റ്റ് കാരണമാണെങ്കിലും ആഴ്ചകൾക്ക് ശേഷം അന്ന് തനു സമാധാനമായി ഉറങ്ങി. അവളുടെ നിറകിൽ തലോടിക്കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് കാശിയും ഇരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ടെക്നോ പാർക്കിലെ വിവിധ കമ്പനികളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കുകയായിരുന്നു നീലു. മനസ്സംസ്കൃതമായത് കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ഇവിടെയുള്ള ഫ്രണ്ട് സ്നേഹ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫിൻ്റെ റെഫറൻസിൽ വിളിച്ചിരിക്കുകയാണ്. മൾട്ടിനാഷണൽ കമ്പനിയാണ്. വേറെയും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവൾക്ക് പ്രതീക്ഷയൊന്നും തോന്നിയില്ല. ഷെയറിലേക്ക് ചാരി അവൾ കണ്ണടച്ചു വളച്ചു. മുൻപൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വല്യച്ഛനാണ് കൂടെ വരിക. താൻ വരുന്നത് വരെ പുറത്ത് കാത്തു നിൽക്കും. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നോ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്നോ സാലറി കുറവാണെന്നോ ഒക്കെ ആയിരുന്നു എല്ലാ തവണയും റിസൾട്ട്. സാരമില്ല മോളെ, നമുക്കടുത്തത് നോക്കാം, അതും പറഞ്ഞ് തലക്കൊരു കൊട്ടും തരുമാൾ. പിന്നെ ഏതെങ്കിലും ഹോട്ടലിലെ തട്ടുകടയിലെ കയറി തൻ്റെ ഫേവറേറ്റ് പൊറാട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിത്തരും. ഒറ്റ ഓട്ടോയിലും ബസ്സിലുമൊക്കെയായി വെയിൽ കൊണ്ട് നടക്കുമ്പോൾ മനസ്സാകുന്നില്ല അവരുടെ വില. നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്നേഹത്തിൻ്റെ മൂല്യം. എന്ത് സ്നേഹമായിരുന്നു അവർക്കെല്ലാം തന്നോട്. ആയിരുന്നു എന്നല്ല, ഇപ്പോഴുമാണ് എന്ന് പറയുന്നതാണ് സത്യം. ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ 30,000 രൂപ അക്കൗണ്ട് ഇട്ടു തന്നു. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. ആവശ്യങ്ങളൊന്നും പറയേണ്ട കാര്യം പോലുമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അവരെല്ലാം ഇപ്പോഴും തന്നെ സ്നേഹം കൊണ്ട് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരികെ ചെല്ലാനാണ് ഓരോ വിളയും. പക്ഷെ വയ്യ, ഇനിയും ആരെയും ഉറപ്പിക്കാതെ ജീവിക്കണം. അതിനൊരു ജോലി അത്യാവശ്യമാണ്. തനുവിൻ്റെ മുഖം ഓർമ്മയിലേക്ക് വന്നപ്പോൾ തന്നെ കുറ്റബോധത്തിൽ ചിതറകൾ മനസ്സിനെ കാർന്നു തുടങ്ങിയിരുന്നു. മിസ് നീലിമ ശിവപ്രസാദ് പേരെ വിളിക്കുന്നത് കേട്ടാണ് കണ്ണു തുറന്നത്. ഇത്തവണ എന്തുകൊണ്ടോ ഇൻ്റർവ്യൂ നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു. നീലുവിൻ്റെ ആറ്റിറ്റ്യൂഡും അപ്പിയറൻസും ഉത്തരങ്ങൾ നൽകുന്നതിൽ ആത്മവിശ്വാസവും ഇൻ്റർവ്യൂ പാനലിൻ്റെ പ്രശംസ പിടിച്ചു പറ്റി. മോശമില്ലാത്ത പൊസിഷനും സാലറിയും ജോലിയും ആണെന്ന് കൂടി അറിഞ്ഞതോടെ മനസ്സിനുള്ളിൽ മഞ്ഞ് വീണ സുഖം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഹാപ്പി. കാശിയേട്ടൻ വന്നെന്നും തനുവിന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും അറിഞ്ഞു. ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു. വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഫോൺ വെച്ചത്. ഈ സ്നേഹമാണ് സ്വന്തം മാതാപിതാക്കളെ കുടുംബത്തെ തേടിപ്പോകുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാൻ തന്നെ അനുവദിക്കാത്തത് എന്നവൾ ഓർത്തു. ജോലിയും ഹോസ്റ്റലും ആശ്വസിക്കാൻ വീട്ടിലേക്കുമുള്ള ഫോൺ കോളുകളും മാത്രമായി നീലുവിൻ്റെ ജീവിതം ചുരുങ്ങാൻ തുടങ്ങിയായിരുന്നു. തനുവിൻ്റെ മുന്നിൽ നിന്ന് മാപ്പ് പറയാൻ എങ്കിലുമുള്ള ആത്മവിശ്വാസം നേടിയെടുത്തതിന് ശേഷമേ വീട്ടിലേക്കുള്ളൂ എന്ന് അവൾ തീരുമാനിച്ചു.